ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ, എല്ലാവർക്കും നൂറായിരം നമസ്കാരം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. മായയെ ധരിച്ചവൻ ആരാണോ അവനാണ് മാധവൻ. ഒന്നുമല്ല, ബുദ്ധിയെ പരിപോഷിപ്പിക്കുന്നവൻ എന്നുള്ളതാണ് അർത്ഥം. ബുദ്ധിയായി ധരിച്ചവൻ. അപ്പോൾ അവനവൻ്റെ ഉള്ളിലെ ബുദ്ധിയെ വികസിപ്പിക്കുന്നവനാണ് വ്യാസഭഗവാൻ. ഇത് എഴുതിയതാണ് വേദവ്യാസ ഭഗവാൻ. അപ്പോൾ അതെന്താണ്? സാക്ഷാൽ മായയെ ധരിച്ചവൻ സാക്ഷാൽ മഹാവിഷ്ണു, സാക്ഷാൽ കൃഷ്ണൻ. അപ്പോഴോ മുഖം കരോതി വാചാലം, ഒന്നും മിണ്ടാൻ പറ്റാത്ത ആൾക്കാർക്കും മിണ്ടാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാം. അവൻ്റെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തണം. ഇവിടെ പ്രാർത്ഥനയില്ല ഭാരതീയ ഹൈന്ദവ സംസ്കൃതിക്ക്. പകരം കഴിവും അറിവും പരിശ്രമവും. കഴിവും അറിവും പരിശ്രമവും. ഇത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇത് ഹൈന്ദവ സമൂഹത്തിലെല്ലാവരിലും എത്തിക്കണം. പ്രാർത്ഥന കൊണ്ട് ഒരു പുല്ലും നടക്കില്ല. പൊട്ടത്തെറ്റാണ്. ആര് പറഞ്ഞു കഴിഞ്ഞാലും ശരി. റെയിൽവേ ട്രാക്ക് പോയി നിന്ന് കൈ ഉയർത്തുന്ന ട്രെയിൻ വന്ന് നല്ലോണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനോ അള്ളാഹിനോ അയ്യപ്പനോ ഗുരുവായൂരപ്പനോ ആരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വണ്ടി കയറി ഇറങ്ങിപ്പോവും. പിന്നെ അറിവും കഴിവും അതിനെ ചെയ്യാനുള്ള ബുദ്ധിയും പ്രവൃത്തിയും. അറിവും കഴിവും പ്രവൃത്തിയും. ഇതല്ലേ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്? നമ്മളെ മക്കളെ അറിവുള്ളവരല്ലേ ആകേണ്ടത്? നമ്മളെ മക്കൾ കഴിവുള്ളവരല്ലേ ആകേണ്ടത്? പ്രവൃത്തി ചെയ്യാനുള്ള മനസ്സല്ലേ അവർക്ക് വേണ്ടത്? അപ്പോൾ ഈ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുതു പോകുന്ന സംസ്കൃതിയിൽ നിന്നും ഉയർത്തി അറിവും കഴിവും പ്രവൃത്തിയും വികസിക്കാൻ ഒരു നാമജപ സംസ്കാരം നമ്മുടെ മക്കളിൽ നാം വളർത്തിയെടുക്കണം. അപ്പോൾ എന്താകും? ആത്മീയത എന്ന് പറയുന്നത് ഋഷീശ്വരന്മാർക്കുള്ളതല്ല. ആത്മീയത എന്ന് പറയുന്നത് പ്യൂർ ലൈഫ് സയൻസ് ആണെന്ന് മക്കൾക്ക് മനസ്സിലാകും. കാരണം വരും തലമുറയെ ഈ രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ സംസ്കൃതി അവരെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ക്ഷേത്ര സംസ്കൃതി ആയാലും വേദ സംസ്കൃതി ആയാലും ശ്രീമദ് ഭാഗവത സംസ്കൃതി ആയാലും. അപ്പോൾ യഥാർത്ഥ ജീവിത വഴികാട്ടികളാണ് ഈ വേദങ്ങളും ഭഗവത്ഗീതയും ഉപനിഷത്തുകളും. ഈ സത്യം അവരെ മനസ്സിലാക്കുകയും. ഇപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. താപത്രയ വിനാശായ അതിദൈവികം അതിഭൗതികം ആധ്യാത്മികം. ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ. മനസ്സിലും ശരീരത്തിലും ബുദ്ധിയിലും ബോധത്തിലും ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ നമുക്ക് അറിവും കഴിവും ശക്തിയും ഉണ്ടാകാനാണ് ശിവഭജനം എന്ന് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഇതിനാണ് ശിവൻ്റെ കയ്യിൽ ഒരു തൃശൂലമുള്ളത് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇതാണ് ശിവൻ്റെ കയ്യിൽ ഒരു തൃശൂലമുള്ളത് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇത് ചിത്വൈനം സംശയം യോഗമാ തിഷ്ടോത്തിഷ്ഠ ഭാരത. ഈ സംശയം ഗോപുരം ദേവപാദം ശാൽ യദ്യതേ ലക്ഷണം ശുഭം. ഗോപുരത്തിൻ്റെ വെളിയിൽ കളഞ്ഞ് ആ തൃശൂലം കൊണ്ട് ആ സർവ്വ ദുഃഖങ്ങളെയും കളഞ്ഞ് ക്ഷേത്രത്തിനകത്തോട്ട് കയറുകയാണെങ്കിലോ എന്തായിരിക്കും? ഔഷധം ശരണമയ്യപ്പ സർവ രോഗ ഔഷധമായിട്ട് നമുക്ക് ഈ
ശിവ ഭജനത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ ഓരോ വ്യക്തികളും അവനവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഓം നമഃ ശിവായ നാമ പരമൗഷധേഭ്യോ. ഓം നമഃ ശിവായ നാമ പരമൗഷധേഭ്യോ. ജീവിതത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള, ആ ദുഃഖത്തിനുള്ള, ശരീരമനോബുദ്ധികളിലുള്ള ദുഃഖത്തിന് ഔഷധമായിട്ട് നമഃശിവായ നാമജപത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രാപ്തമാക്കി, കഴിവുള്ളവരാക്കി, അറിവുള്ളവരാക്കി നമ്മളെ മക്കളെ വളർത്തിയെടുക്കണം. ഇതാണ് ഈ സംസ്കൃതി. നമുക്കറിയാം, ഋഷീശ്വരന്മാർ പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന കണ്ണുകൊണ്ട് 7000 വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്, അറിഞ്ഞതാണ്, അനുഭവിച്ച അനുഭവമാണ് വേദങ്ങൾ. ഈ വേദം മുഴുവൻ, അന്നത്തെ ഋഷീശ്വരന്മാർ മുഴുവൻ 93% ഗൃഹസ്ഥാശ്രമികളാണ്. എന്താണ് ഗൃഹസ്ഥാശ്രമിയുടെ പ്രത്യേകത? ഭാര്യയും മക്കളുമുള്ളതാണ്. ഗൃഹം എന്തായിരിക്കണം? അവർക്ക് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റണം. ഇതാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ മഹാനായ ഗൃഹസ്ഥനായ കൃഷ്ണൻ, കാരണം 16,008 ഭാര്യമാരാണ് നമുക്കറിയാലോ. ഈ മഹാഗൃഹസ്ഥനായ കൃഷ്ണൻ ഭാഗവതത്തിലൂടെ, ഗീതയിലൂടെ നമ്മുടെ ജീവിതത്തെ ഉയർത്തി, നമ്മുടെ ജീവിതം പരമാനന്ദ സംപ്ലുത, പരമാനന്ദത്തിൽ കൊണ്ടു നടക്കാൻ നമ്മളെ ഉയർത്തുന്ന രാജകീയമായ യഥാർത്ഥ ജീവിത പാതയാണ് ശ്രീമദ് ഭാഗവതം. അതിനകത്ത് നല്ലൊരു കഥയുണ്ട്. 3ാം സ്കന്ധത്തിലാണ്. പ്രചേതസിൻ്റെ പുത്രനായ ദക്ഷന് ദിതി എന്നു പേരായ പുത്രിയുണ്ടായിരുന്നു. മരീചി പുത്രനായ കാശ്യപമുനിക്ക് ഇവളെ വിവാഹം ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഹൈന്ദവ സംസ്കൃതിയിൽ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലുള്ള യാഗങ്ങൾക്ക് എല്ലാത്തിനും ധർമ്മപത്നി കൂട്ടത്തിൽ തന്നെ വേണം. അപ്പോൾ ഈ ദിതി ഒരു ദിവസം സായം സന്ധ്യ സർവത്ര വർജയെ ഈ യാഗശാലയിലേക്ക് പോകുകയും ഭർത്താവിനോട് ഇപ്പോൾ യാഗങ്ങളും ബലികളും പൂജകളും ഒക്കെ നിർത്തിവെക്കൂ, എന്നിട്ട് എന്നെ കാമദേവൻ്റെ ഉപദ്രവത്തിൽ നിന്നും ശല്യത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. വിക്രമ്യരംഭ മദംഗച, കദളീവനത്തിലെ മദയാനയെപ്പോലെ കാമദേവൻ എന്നെ ശല്യപ്പെടുത്തുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരം ഈ നിമിഷം എനിക്ക് വേണമെന്ന് ദിതി കാശ്യപ മുനിയോട് പറയുന്നു. അവിടെ അങ്ങോട്ട് തുടർന്ന് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. ഏതായാലും അത് ബ്യൂട്ടിഫുള്ളായ ഈ സംഭാഷണത്തിൽ നല്ല ഒരു മറുപടിയാണ് നമ്മുടെ കാശ്യപ മുനി തൻ്റെ ഭാര്യയായ ദിതിക്ക് പറയുന്നു. തസ്യ കാമം ന കുര്യാത് സിദ്ധി സ്ത്രൈവർഗീയത. ഗൃഹസ്ഥാശ്രമ നിർബന്ധ ധർമ്മമാണ് ഇവിടെ പറയുന്നത്. 3ാം സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ആണ് ഇത് പറയുന്നത്. തസ്യ കാമം നക
കുര്യാസിദ്ധി, സ്ത്രൈവർഗീയത, സന്തതികളെ സൃഷ്ടിക്കാനുള്ള സത്കാമം ആരാണ് നിഷേധിക്കുക? പ്രിയപത്നി. ആരാണ് ഇതിനോട് വിരോധം? അതുകൊണ്ട് ഞാനത് സാധിപ്പിച്ചു തരാം. കാരണം ഈ ലൈംഗികത, സെക്സ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ നിഷിദ്ധമല്ല. കാമശാസ്ത്രമാണ് നമുക്ക്. വാത്സ്യായന ഋഷിയാണ്. ഋഷി എന്ന് പറഞ്ഞാൽ സത്യസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രീയമായി ലൈംഗികതയ്ക്ക് പോലും ഡെഫിനിഷൻ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദ്യ ഘടകമെന്ന് പറയുമ്പോൾ നോക്കൂ, ആ വഴിയിലൂടെ പോയി സത്യസാക്ഷാത്കാരം ലഭിക്കാമെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതാണ് വാത്സ്യായന ഋഷി. ഏതായാലും ശരി, ഈ സത്പ്രവൃത്തി ഗൃഹസ്ഥാശ്രമ നിർബന്ധധർമ്മമാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം 3 ഋണമാണ് നമുക്കുള്ളത്. ഒന്ന് ദേവഋണം, അമ്പലത്തിൽ പോവുക, പൂജകൾ ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക, ഇതൊക്കെയാണ് ദേവഋണം. പിന്നെ ഒന്ന് ഋഷി ഋണം, വേദങ്ങളും ഉപനിഷത്തുക്കളും ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കുക, പ്രചരിപ്പിക്കുക, ഇതാണ് ഋഷി ഋണം. മൂന്നാമത്തേതാണ് പിതൃഋണം, വിവാഹം ചെയ്ത് സ്വപത്നിയിൽ സന്തതി പരമ്പരകളെ വികസിപ്പിച്ചെടുക്കുക, ഇതാണ് ഋണം. ഇതാണ് ഗൃഹസ്ഥാശ്രമ നിർബന്ധ ധർമ്മം. അത് ഈ തൃതീയ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകമായിട്ട് വേദവ്യാസ ഭഗവാൻ വരച്ച അതിമനോഹരമായൊരു കവിതയുണ്ട്. ഇത് നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ സുഹൃത്തുക്കളെ പഠിപ്പിക്കണം. യാമാഹുരാത്മനോഹ്യർത്ഥം ശ്രേയസ്കാമസ്യ മാനിനി യസ്യം സ്വധുര മധ്യസ്യ പുമാംശ്ചരതി വിജ്വരാ. ഈ ഊണ് സപ്താഹത്തിന് പോയിട്ട് ഊണ് കഴിച്ച് കുറ്റവും കുറവും പറഞ്ഞ് ആചാര്യൻ കുറേ കഥകൾ പറഞ്ഞ് ഈ കഥയും കേട്ട് ഉള്ള കഥയും കളഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കമ്മിറ്റിക്കാരെ കുറേ പൈസ പിരിപ്പിച്ച് അതിനകത്ത് നിന്ന് കുറേ മുക്കി കുറച്ച് ആചാര്യന്മാർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് ഈ സപ്താഹത്തിൽ നിന്നും നമ്മൾ പുറത്ത് കടക്കണം. കാരണം വേദവ്യാസ ഭഗവാൻ ഈ ഭാഗവതത്തിൽ അദ്വൈത വേദാന്തമാണ്. 4 വേദവും അതിമനോഹരമായി മോറൽ സ്റ്റോറീസുകളായി, മോറൽ വാല്യൂസുകൾ എഴുതി വച്ചതാണ് ഭാഗവതം. ഇതിനകത്തുള്ള മൊത്തം പവിഴവും മധുരതരമായി അൾട്രാ മോഡേൺ സയൻസിനും ബുദ്ധിക്കും യുക്തിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ആസപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇതുപോലെ മധുരമായി നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഹൈന്ദവ ധർമ്മത്തിൽ അവർ പ്രൗഢിയായി ജീവിച്ച് ജീവിതം അത്യാനന്ദകരമായി സന്തോഷ സംതൃപ്തി ജീവിതം നയിക്കുകയുള്ളൂ. അത് കാണാനുള്ള അനുഗ്രഹം നമുക്കുണ്ടാകുള്ളൂ. നമ്മളിത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ഒരു വാക്കിംഗ് സ്റ്റിക്കായി ഭാഗവതത്തെ കൊണ്ട് നടക്കാം. നമ്മളെ മക്കളെ ഈ ധർമ്മശാസ്ത്രം ഈ രീതിയിൽ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ നമ്മളെ അഗതി മന്ദിരത്തിൽ നമ്മളെ മക്കൾ കൊണ്ടുവിടില്ല, ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ട് നട തള്ളില്ല. നമ്മുടെ മക്കൾ നമ്മളെ വിഷം തന്ന് കൊല്ലാതിരിക്കാൻ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നല്ല കാലത്ത് നമ്മളിത് പഠിക്കണം. വേണോ വേണ്ടിയോ, നല്ല കാലത്ത് നമ്മളിത് പഠിച്ച് ഇതിൻ്റെ എസൻസ് മധുരതരമായി നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇനി തുടർന്ന് ശ്രദ്ധിക്കുക. യാം ആഹൂതി ധർമ്മപത്നിയിൽ വളരെ ശ്രദ്ധിക്കണം. ധർമ്മപത്നിയിൽ ധർമ്മം 50% ഷെയർ ചെയ്യാനുള്ളതാണ് ധർമ്മപത്നി. പത്നി പറഞ്ഞാൽ പതനത്തിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്നവൾ എന്നുള്ളതാണ്. ശ്രേയസ് കാമസ്യമാനിനി, ശ്രേയസ് ആഗ്രഹിക്കുന്ന ഭർത്താവ്,
സ്വധൂരം തൻ്റെ ഭാരത്തെ നമ്മുടെയൊക്കെ ജീവിത ഭാരമാണ് കൊണ്ട് നടക്കുന്നത്. ആ ജീവിത ഭാരത്തിൽ സ്വധൂരം തൻ്റെ ഭാരത്തെ, അപ്പോൾ ശ്രേയസ്കരമായി ശ്രദ്ധിക്കണം. ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നാം. ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാനോട് പറയുന്നു, എന്ത്? എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ള എന്താണ് അത് എന്നെ ശിഷ്യനായി സ്വീകരിച്ച് പറഞ്ഞു തന്നാലും. ഇതുപോലെ ജീവിതത്തിന് മുന്നിൽ 2 വഴികളാണ്. ഒന്ന് ശ്രേയസ്സും ഒന്ന് പ്രേയസ്സും. പ്രേയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലൂടെ ജീവിതം സ്വപ്നം കണ്ട് തകർന്ന് തരിപ്പണമാകുന്നതാണ് പ്രേയസ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള സ്വപ്നങ്ങളുടെ മുകളിൽ ബുദ്ധി പ്രാക്ടിക്കലായി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ ജീവിതം ശ്രേയസ്കരമാക്കി. അപ്പോൾ സ്വന്തം പത്നിയുമായി ശ്രേയസ് ആഗ്രഹിക്കുന്ന ഭർത്താവ് അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ സ്വധൂരം തൻ്റെ ഭാരത്തെ അന്യസ്യ നിക്ഷേപിച്ചിട്ട് ഭാര്യയുടെ ശരീരത്തിൽ നിക്ഷേപിച്ചിട്ട് പുമാൻ പുരുഷൻ, അതായത് ഭർത്താവ്, വിജ്വര ചിന്താരഹിതനായി പ്രശാന്തനായി സംതൃപ്തിയോടുകൂടി. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് സ്ത്രീയും പുരുഷനും സംയോജിക്കുന്ന ആ ലൈംഗിക ബന്ധ വിശുദ്ധിയെ ഇവിടെ ഋഷി ചിത്രീകരിച്ചിരിക്കുന്നത് ഇത്ര മനോഹരമായി. ഈ ഭാഗവത ധർമ്മശാസ്ത്ര, അതുകൊണ്ടാണ് ഇത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ് ഭാഗവതം. ഋഷീശ്വരന്മാർക്കുള്ളതല്ല, സന്യാസിമാർക്കുള്ളതല്ല, യതിവര്യന്മാർക്കുള്ളതല്ല, ബ്രഹ്മചാരികൾക്കുള്ളതല്ല, മറിച്ച് ഗൃഹസ്ഥാശ്രമികൾക്കാണ്. നോക്കൂ, ഇവിടെ ഉപയോഗിച്ച വാക്ക് നോക്കൂ, വിജ്വര. സദാ കാമിനി കാഞ്ചന ചിന്ത. വേദങ്ങൾ പറയുന്നു എപ്പോഴും സ്ത്രീ എന്ന സങ്കല്പം, സ്ത്രീ എന്ന ചിന്ത, എപ്പോഴും ധനമെന്ന ചിന്ത. ശങ്കരാചാര്യർ പറയുന്നു ഭജഗോവിന്ദത്തിൽ, നാരീസ്തനഭര നാഭീദേശം ശ്രുത്വാമാഹുർ മോഹാവേശം. യതിവര്യനായ ജഗദ്ഗുരു പറയുന്നു, നാരികളുടെ സ്ത്രീയുടെ സ്തനഭാരങ്ങൾ ചിന്തിക്കുമ്പോൾ, നാരീ സ്തനഭര നാഭീദേശം, പൊക്കിൾക്കൊടിയും യോനിയും പിറകുവശവും കടിപ്രദേശം എന്നുള്ളതാണ് മലയാളത്തിലത്. പണ്ഡിറ്റ് ഗോപാലൻ നായർ, ജി ബാലകൃഷ്ണൻ നായരൊക്കെ ഭാഷ്യം കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ശ്രുത്വാമാഹുർ, ഇത് ചിന്തിക്കുമ്പോൾ, ഇത് കാണുമ്പോഴത്തേക്ക് ആ മോഹം ആവേശമായി ജനിക്കുന്നു. ആ ആവേശം അന്യസ്യ നിക്ഷേപിച്ചിട്ട് സ്വധൂരം, അത് ജീവിതത്തിൻ്റെ ഭാരമാണിത്. ഈ ഭാരം എന്നുള്ളത് സൗന്ദര്യാത്മകരമായി എടുത്തിട്ടുള്ളത്. യാം ആഹൂതി, ധർമ്മപത്നിയിൽ അന്യസ്യ നിക്ഷേപിച്ചിട്ട്, സെമൻ ഔട്ടർ ഡിസ്ചാർജ് ചെയ്തിട്ട്, പുമാൻ പുരുഷൻ, അതായത് ഭർത്താവ്, വിജ്വര ചിന്താരഹിതനായിട്ട് പ്രശാന്തനായി സന്തോഷ സംതൃപ്തി. ഇതാണ് ലൈംഗികത. ഇതാണ് ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ വേദവ്യാസ ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത്. സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി കുടുംബജീവിതം ചരതി. ഇതാണ് അനുഷ്ഠിക്കാനുള്ള ആചാര അനുഷ്ഠാനങ്ങൾ. അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത സംസ്കൃതിയുടെ പേരാണ് ഹൈന്ദവ സംസ്കൃതി. ഇങ്ങനെ സന്തോഷ സംതൃപ്തമായി ചരതി. ഇതാണ് ആചാരം. ഗൃഹസ്ഥാശ്രമിയുടെ ആചാരം എന്താണ്? ഇതാണ് ജീവിതയാത്ര ആസ്വദിക്കുന്നു, ചരതി. അപ്പോൾ സന്തോഷ സംതൃപ്ത ജീവിതം ആസ്വദിക്കാൻ ആ നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രാപ്തമാക്കുന്നവളാണ് പത്നി. അപ്പോൾ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും
ഇൻക്ലൂഡിങ് സെക്സ്, ലൈംഗികതയിൽ നിന്നും, ആ പതനത്തിൽ നിന്നും, ആ തകർച്ചയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്നവളാണ് പത്നി. നോക്കൂ, ഒരു പെൺകുട്ടി സ്റ്റേജിൽ ഒരു സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഇറക്കി വിട്ട സെമിറ്റിക് മതങ്ങൾ ഇനി ഖുറാനിൽ പറയുന്നു കൃഷിയിടമാണ്. ഈ കൃഷിയിടത്തിൽ വിത്ത് പാകുക, എന്നിട്ട് അതിൻ്റെ ഫലം കൊയ്യുക. ശരണമയ്യപ്പ. ഇവിടെ ഇതാണ് ആചാരം, ഇതാണ് പതനത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നവളാണ് പത്നി. ഈ സംസ്കാരമല്ലേ ശ്രേഷ്ഠ സംസ്കാരം? അഭീഹി ഇത് വേദാന്ത ദിണ്ഡിമാഹ. വേദത്തിൻ്റെ പെരുമ്പറ ഘോഷമാണ് ഈ സ്വാതന്ത്ര്യം. ഏത് സ്വാതന്ത്ര്യം? സ്വതന്ത്രമായി നാം ജനിക്കുന്നു, സ്വതന്ത്രമായി നാം വളരുന്നു, സ്വതന്ത്രമായി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, സ്വതന്ത്രമായി ഇഷ്ടമുള്ള പേര് നാം സ്വീകരിക്കുന്നു, സ്വതന്ത്രമായി ഇഷ്ടമുള്ള വിദ്യാഭ്യാസം സ്വീകരിക്കുന്നു, സ്വതന്ത്രമായി ഇഷ്ടമുള്ള വാഹനം മേടിക്കുന്നു, സ്വതന്ത്രമായി ഇഷ്ടമുള്ള ദേവീദേവന്മാരെ നാം പൂജിക്കുന്നു, സ്വതന്ത്രമായി ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം. പുരുഷനെ ഞാൻ സ്വയം വരിക്കുന്നു, സ്വന്തമാക്കുന്നു. നോക്കൂ, എത്ര ശ്രേഷ്ഠമാണ് ഈ ഹൈന്ദവ സംസ്കൃതി. ഭാര്യയെ വിവാഹം ഞാൻ സ്വന്തമാക്കുന്നു. ഇതാണ് ഹൈന്ദവ സംസ്കൃതി. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ മറ്റ് സെമിറ്റിക് മതങ്ങളും മറ്റുള്ളവരോടും നമ്മുടെ മക്കളോടും ഈ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഈ മധുരിമ, ഈ സ്വാതന്ത്ര്യം, ഈ നന്മ, ഈ ശ്രേഷ്ഠത പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലവ് ജിഹാദിൻ്റെ പിറകെ നമ്മുടെ മക്കൾ പോവുമോ? സമൂഹത്തിലെ ഏതെങ്കിലും തിന്മയുടെ പിറകെ നമ്മൾ പോവുമോ? ഇതാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ഗുരുവായൂരമ്പലത്തിൽ കുളിച്ച് തൊഴുത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവിടെ രാധാകൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ. രാധയെപ്പോലും മുൻപിൽ നിർത്തുന്നവനാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെ കണ്ട് ആ അനുഭവിച്ചറിഞ്ഞ ശേഷം ഭാഗവതം വാങ്ങിക്കണം, ഭാഗവതം പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റെ മാധുര്യം വിട്ടുപോകാൻ നമ്മുടെ മക്കൾ തയ്യാറാകില്ല. വരും തലമുറയിൽ ഈ രീതിയിൽ പഴംപുരാണത്തിൽ നിന്നും ഊണ് സപ്താഹത്തിൽ നിന്നും ഇതിനെ ഉയർത്താൻ നിങ്ങളും ഞാനും അടങ്ങുന്ന ഹൈന്ദവ സംസ്കൃതി മുന്നിട്ടിറങ്ങണം. പിന്നെ അർദ്ധോഹവ യേഷ ആത്മയോന പത്നി. പത്നിയാകുന്നു പുരുഷൻ്റെ അർദ്ധശരീരം. പത്നിയാകുന്നു പുരുഷൻ്റെ അർദ്ധശരീരം. പുരുഷൻ്റെ അർദ്ധശരീരമാകുന്നു പത്നി. 50-50. ശ്രദ്ധിക്കൂ, അർദ്ധനാരീശ്വര സങ്കല്പം. അപ്പോൾ പതനത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നവൾ. ഇതാണ് ഈ വൈദിക സംസ്കൃതിയിലുള്ള വിവാഹത്തിൽ. ഇപ്പോൾ നമ്പൂതിരി സംസ്കാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പാണിഗ്രഹണം, വിവാഹത്തിന് ഭാര്യയുടെ കൈ സ്പർശിക്കുന്ന ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അത് ഒരു താമര മൊട്ടായിട്ടാണ് സങ്കല്പിക്കുന്നു. ഭർത്താവ് ഇതിൽ പിടിച്ച് ഈ ജീവിതമാകുന്ന താമരയിൽ സഹസ്രദളങ്ങൾ വിടർത്തി ജീവിതം സുഗന്ധപൂരിതമാക്കി, ജീവിതം സൗന്ദര്യപൂരിതമാക്കി, ദുഃഖ ദുരിതങ്ങളാകുന്ന ചളിയിൽ നിന്നും ഉയർന്ന് സന്തോഷ സംതൃപ്ത ജീവിതം നയിച്ച് അതിനകത്തുള്ള തേൻ നുകരും പരസ്പരം എന്നുള്ളതാണ് പാണിഗ്രഹണത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവനവൻ്റെ അർത്ഥശരീരമായിട്ട് പത്നിയെ മാനിച്ച് പൂജിച്ച് സ്നേഹിച്ച് കൊണ്ടു നടക്കണം എന്നുള്ളതാണ് നിർബന്ധധർമ്മമായി ഹൈന്ദവ സംസ്കൃതി. തജ്ജായ ജായ ഭവതി തദസ്യാം ജായതേ. ഭാര്യയ്ക്ക് ജായ എന്നൊരു പേരുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ഭാര്യയിലൂടെ വീണ്ടും ജനിക്കുന്നത് കൊണ്ടാണ് ഭാര്യയ്ക്ക് ജായ എന്ന് പേര്. ഇത് ശ്രുതിയാണ് പറയുന്നത്, വേദങ്ങളിലാണ് ഇത് പറയുന്നത്. നോക്കൂ, ഈ സംസ്കാരം നോക്കൂ. അർദ്ധനാരീ സങ്കല്പം. ഉമാപതിയാണ് പരമേശ്വരൻ, രമാപതിയാണ് മഹാവിഷ്ണു, പാർവതീപതിയാണ് പരമേശ്വരൻ. ലക്ഷ്മി നൃസിംഹം ഭജേ. ലക്ഷ്മിയുടെ പതിയാണ് നൃസിംഹം.
ശ്രീവല്ലഭൻ ലക്ഷ്മിയുടെ വല്ലഭനാണ്, സീതാപതിരാമനാണ്. പൂർണ്ണ പുഷ്കലാംബ സമേത ശ്രീ ഹരിഹരപുത്ര. പൂർണ്ണ പുഷ്കല എന്ന 2 ഭാര്യമാരാണ് ധർമ്മശാസ്താവ്. ലക്ഷ്മിയും ഭൂമിദേവിയുമാണ് മഹാവിഷ്ണുവിൻ്റെ 2 ഭാര്യമാർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ ധർമ്മം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്, ഭാഗവതോത്തമനാണ്, യജുർവേദ പണ്ഡിതനാണ്, മുൻ ശബരിമല മേശാന്തിയാണ്, ഭഗവത്ഗീത ആചാര്യനുമാണ്. അദ്ദേഹം എന്നെ ഈ ധർമ്മം പഠിപ്പിച്ചു. ഈ നാമസംസ്കൃതി, ഈ ക്ഷേത്ര സംസ്കൃതി, ഈ വേദസംസ്കൃതി എന്നിൽ ആവേശം ജ്വലിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മ കാണിച്ചു തന്ന ആ ദാമ്പത്യത്തിൻ്റെ മാധുര്യതയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്. നെവർ സേസ് ടു നോ. ഒന്നിലും എതിർത്ത് പറയാതിരിക്കുക. എന്താണ് സീക്രട്ട് ഓഫ് സക്സസ് മാരീഡ് ലൈഫ്? എന്താണ്? ഭാര്യ പറയുന്നതൊക്കെ ശരി 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 ശരി. എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. ഭർത്താവ് പറയുന്നതിനൊക്കെ എന്ത് പറയാം? ശരി 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 ശരി. നെവർ സേസ് ടു നോ. നമ്മൾ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് പറയുന്നത് പോലെ എന്താണ് ഇതിൻ്റെ മാധുര്യം? കൂടുമ്പോൾ ഇമ്പമുള്ള മാധുര്യമായി. ഭാഗവതത്തിൽ 3-ാം അധ്യായത്തിൽ 3-ാം സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം എപ്പോഴും കൊണ്ടു നടക്കാൻ ഒന്നേ ശ്രദ്ധിക്കണ്ടു. ഇത്തിരി സ്വീറ്റ്, ഇത്തിരി ലോ വോയിസിൽ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എല്ലാം ഒബേ ചെയ്യും. ഈ നിരിന്ധന ഇവാനില്ല. പെട്ടെന്ന് ചില ദേഷ്യങ്ങളൊക്കെ വന്ന് 2-3 കാര്യങ്ങളൊക്കെ പറയും, അത്രയേ ഉള്ളൂ. പാവത്താന്മാരാണ് ഞങ്ങൾ എന്നുള്ള സത്യം മനസ്സിലാക്കുക. അങ്ങനെ നല്ല ഒരു ദാമ്പത്യ ജീവിതം കൊണ്ടു നടക്കാനാണ് ഈ ഭാഗവത ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതം എന്നുള്ള ധർമ്മത്തെ അതിലുപരിയായിട്ട് നമുക്കറിയാം 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായി പറഞ്ഞു. മൃത്യു സർവഹരശ്ച ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിശ്രീർവാക്ച നാരീണാം സ്മൃതിർ മേധാ ധൃതി ക്ഷമാ. ക്ഷമയുടെ ഭൂമിദേവിയെ പോലെ ക്ഷമയുള്ളവളായിരിക്കണം. ക്ഷമയുണ്ട് സർവ്വതും നേടിയെടുക്കാം. ഞാനിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. ബിസിനസ്സിൽ നമ്മൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന ഒരു സീക്രട്ടാണ് ക്ഷമ. ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ക്ഷമിക്കുക. എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളൊരു കരുത്ത് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര മധുരമാണ്. ഇതല്ലേ നമ്മളെ പഠിപ്പിക്കേണ്ടത്? ഈ ധർമ്മശാസ്ത്രമല്ലേ നമ്മളെ പഠിപ്പിക്കേണ്ടത്? നിങ്ങളവരെ ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയർ ആക്കിക്കോ, IAS ആക്കിക്കോ, IPS ആക്കിക്കോ, ഇനി പുറത്ത് വിട്ട് വിദ്യാഭ്യാസം നടത്തിച്ചോ. പക്ഷേ എൻ്റെ ഹൈന്ദവ ധർമ്മം അവരെ പഠിപ്പിക്കണം. എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കീർത്തി, പേരും പ്രശസ്തിയും സ്ത്രീകൾക്ക്. ഞാനാകുന്നു ഭഗവാൻ. ശ്രീയാകുന്നു സർവ ഐശ്വര്യവാൻ. വാക്കിലെ ജിഹ്വാമേ മധുമത്തമാം. തേനൂറുന്ന സ്വീറ്റ് വോയിസ് ഞാനാകുന്നു. സ്മൃതിർ, അവരുടെ ഓർമ്മശക്തി ഞാനാകുന്നു. മേധ, അവരുടെ ബുദ്ധിശക്തി ഞാനാകുന്നു. അപ്പോൾ ഗുരുവായൂരപ്പ ഭക്തന്മാർ, കൃഷ്ണ ഉപാസകന്മാർ, ഇനിയെങ്കിലും കൃഷ്ണൻ പറഞ്ഞ ഈ ചൈതന്യം മുഴുവൻ എന്നിലുള്ള ചൈതന്യം ഞാനാണെന്ന് തിരിച്ചറിയണം നമ്മൾ ഓരോ ഹിന്ദുക്കളും. നമ്മളെ പെൺമക്കളെ പ്രത്യേകിച്ച് ഈ സംസ്കൃതി പഠിപ്പിക്കണം. എന്നിട്ടോ H2O പോലെ 2 മോളിക്യൂൾ ഹൈഡ്രജനും 1 മോളിക്യൂൾ ഓക്സിജനും കൂടുമ്പോൾ വെള്ളമുണ്ടാകുന്നത് പോലെ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബ ജീവിതം നാം ഐഡിയലായിട്ട് മാതൃകയായിട്ട് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ മക്കൾ ഇത് ഫോളോ ചെയ്യും. അവർ ഈ സംസ്കൃതിയെ നെഞ്ചോട് ചേർക്കും. അവർക്കും ഒരു നല്ല ജീവിതം. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. പഠിക്കാതെ ഒന്നുമാവില്ല. പഠനം കൊണ്ടേ ഇത് നേടാൻ സാധിക്കുള്ളൂ. അതിന് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ നിങ്ങളുടെ മക്കൾക്കും കൂട്ടുകാരികൾക്കും സുഹൃത്തുക്കൾക്കും മക്കൾക്കും എല്ലാവരിലും എത്തിച്ച് അവരോട് ഇത് കേൾക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറയണം. പാരസെറ്റമോൾ മേടിച്ചാൽ പോരാ, കഴിക്കണം. കഴിച്ചാലേ വേദന മാറുള്ളൂ. അതുപോലെ ഭാഗവതം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം. എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. അതിന് തുടർന്നുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം. ഇതിന് മുന്നേയുള്ള വീഡിയോകളൊക്കെ കാണണം. കാരണം
ഇതിൽ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്, എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം, എങ്ങനെ അല്ലലില്ലാതെ അലട്ടില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്താതെ ശപിക്കാതെ ശാപവചനങ്ങൾ ചൊരിയാതെ സ്നേഹമസൃണിതമായ ദാമ്പത്യം എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിഷനും മിഷനും. ഞാനിത് പൊട്ടത്തരം പറയുകയല്ല. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകനാണിത് പറയുന്നത്. എടുത്ത് നോക്കണം സമയം കിട്ടുമ്പോൾ ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ.